സ്കൂളുകളിൽ വളരെ കാലമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കാറുണ്ട്. തിരുവോണം ആഘോഷിക്കാറില്ലേ? ഓണം, അതായത് ഓണത്തിന് അവധി കൊടുക്കും സ്കൂളിന്. അതുപോലെ ഓണം വെക്കേഷൻ, അതേപോലെ തന്നെ ക്രിസ്മസിന് ഒരു വെക്കേഷൻ ഉണ്ട്, അത് കൊടുക്കും, ക്രിസ്മസ് വെക്കേഷൻ. അപ്പോൾ ഇവിടെ മിക്കവാറും സ്കൂളുകളിലെല്ലാം, എല്ലാ സ്കൂളുകളിലും ഈ ക്രിസ്മസ് ആഘോഷം നടത്താറുണ്ട്. അതൊരു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ കുറേ കേക്കുകൾ വാങ്ങി കട്ട് ചെയ്ത് ഒരു ചെറിയ പീസ് കേക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അവർക്കത് വലിയ സന്തോഷമാണ്. അപ്പോൾ വീട്ടിൽ എത്ര കേക്കുണ്ടെങ്കിലും ഇവന്മാരും തിന്നത്തില്ല. പക്ഷെ നേരെ മറിച്ച് ആ സ്കൂളിൽ കിട്ടുന്ന ഒരു ചെറിയ പീസ് കേക്കുണ്ടല്ലോ, അതിന് പോയി അത് അവിടെ കഴിച്ചേ പറ്റൂ. അതവർ നിർബന്ധമാണ്. കാരണം എന്താണെന്ന് അറിയാം, അതൊരു ഒരുമിപ്പാണ്. ആ കുഞ്ഞുങ്ങൾക്ക്, അവർക്ക് എല്ലാവർക്കും അത് ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഉള്ള ആ സന്തോഷമാണ്. അത് വീട്ടിൽ കിട്ടുന്നില്ല. അതാണ് അവർ പോകുന്നത്. അവർക്കൊരാഘോഷം ഇത് നടത്തും. ഇതിലെന്താ തെറ്റ്? ഇതിന് തെറ്റ് കാണുന്നവന്മാരെന്ന് പറയുന്ന ഈ സമൂഹത്തിൽ ആരാണ്? ഇപ്പോൾ സ്കൂളിലുള്ള ക്രിസ്മസ് ആഘോഷം നടത്തിയത് അതിന് കുഴപ്പം എന്താണ്? അതിന് VHP പ്രവർത്തകരാണ് അതിന് തർക്കം ഉന്നയിച്ചിരിക്കുന്നത്. പ്രശ്നം എന്തുവാ ഇതൊക്കെ? മനുഷ്യനല്ലേ? ഓണം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ ഓണം ആഘോഷിക്കരുതെന്ന്? ക്രിസ്മസ് ആഘോഷം എന്താ ഉണ്ട്? സമാധാനത്തിന്റെ സന്ദേശം കൊടുക്കുന്ന ഒരു വലിയ ഒരു ഉത്സവമല്ലേ ക്രിസ്മസ് എന്ന് പറയുന്നത്? ലോകം മുഴുവൻ ആഘോഷിക്കുന്നതാണ് ക്രിസ്മസ്. അത് സ്കൂളുകളിൽ ആഘോഷിക്കുന്നില്ല, എന്താ തെറ്റ്? എല്ലാവരും ആഘോഷിക്കണം. ഇവിടെ ക്രിസ്മസ് സ്റ്റാർ മിക്കവാറും വീട്, അത് ജാതി മതഭേദമന്യേ വീടുകളിൽ ഇടാറില്ലേ ക്രിസ്മസ് സ്റ്റാർ? അപ്പൊ അതിനൊക്കെ ഇതുപോലെ ഈ രീതിയിൽ കാണുന്ന ആ ഒരു ഇടുങ്ങിയ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് എന്തിനിങ്ങനെ കാണുന്നു? മനുഷ്യരെല്ലാം ഒന്നായിട്ട് കണ്ടാൽ പോരെ? ഈ സമാധാനത്തിന്റെ സന്ദേശം കൊടുക്കുന്ന ഈ വലിയ ഉത്സവം ലോകം മുഴുവൻ നടത്തുന്നത്, അതൊരു സ്കൂളുകളിൽ അത് കൊണ്ടുവരിക എന്ന് പറയുന്നത് നല്ലതല്ലേ? കുഞ്ഞുങ്ങൾക്ക് വലിയ ഉത്സാഹമല്ലേ? അത് വേണമല്ലോ. അതിന് എന്താ തെറ്റ് കാണുന്നത്? ഇതിനൊക്കെ തെറ്റ് കാണാൻ പോകുന്നവന്മാരെന്ന് പറയുന്നത് ആരാണെന്നറിയാവോ? ഇപ്പൊ ഇടുങ്ങി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇനി ഓണം ആഘോഷിക്കുമ്പോൾ വലിയ പ്രശ്നമുണ്ട്. കാര്യം, മഹാബലിയെ എന്ന് പറയുന്ന അസുര ചക്രവർത്തി നല്ലതായിട്ട് നാട് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വാമനന്റെ വേഷത്തിൽ വന്ന് മഹാബലിയുടെ തലയിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്ന് പറയുന്ന ഐതിഹ്യം, അത് പറയാൻ പാടില്ല. വലിയ പ്രശ്നമാണ്. ഇത് നമ്മൾ പണ്ട് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കേട്ട് കഴിവല്ലേ, പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഐതിഹ്യമല്ലേ? ഈ ഐതിഹ്യങ്ങളെല്ലാം സത്യമാണെന്ന് പറയുന്നവരുണ്ടല്ലോ ഇവര്. രാമായണം മഹാഭാരതം എല്ലാം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ? അപ്പൊ പിന്നെ മഹാബലിയുടെ കാര്യം മാത്രം എന്താ പറയാൻ പാടില്ല? അത് പറഞ്ഞുകൂടാ. പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമാണ്. മഹാബലി ദൈവത്തിനെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് പണ്ട് മുതൽ പഠിച്ചേക്കുന്ന കാര്യമാണ്. ദൈവത്തിനെ ആക്ഷേപിക്കുന്ന ഒന്നുമല്ലത്, അതൊരു ഐതിഹ്യം മാത്രമാണ്. അല്ലാതെ മഹാബലിക്ക് എന്നിട്ട് ഒരു വരം കൊടുത്തിട്ടുണ്ട് എല്ലാ വർഷവും ഇവിടെ വരാൻ, നാട് കാണാനായിട്ട്. അപ്പം ഏതായാലും ഭാഗ്യം, അദ്ദേഹം വരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. വന്നിരുന്നെങ്കിൽ ഈ നാട് കണ്ടാലേ മതിയല്ലോ. നല്ലതല്ലേ, കാണാൻ പറ്റിയ കാര്യമല്ലേ? ഏതായാലും കൊള്ളാം. അതായത് ഇനി ഈ VHP ഒക്കെ ഇതുപോലുള്ള രീതിയിൽ അങ്ങോട്ട് നീങ്ങുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓരോന്നും മതത്തിന്റെ അതിപ്രസരം അതിലേക്ക് കൊണ്ടുവരുവാണ്. ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്താ തെറ്റ്? ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ആളുകളും ആഘോഷിക്കുന്നതാണ് ക്രിസ്മസ്. അതിലെന്താ തെറ്റ്? ഒരാഘോഷമായിട്ട് കണക്കാക്കിയ പോരെ? മനുഷ്യർ ഒന്നിക്കുകയല്ലേ വേണ്ടേ? ഇവിടുത്തെ തിരുവോണവും ഇവിടുത്തെ ക്രിസ്മസും ഇവിടുത്തെ പെരുന്നാളുകളും ഇവിടുത്തെ ഈസ്റ്ററും ഇവിടുത്തെ ദീപാവലിയും എല്ലാം എല്ലാവരുടെയും ആയിരിക്കണം, എല്ലാവരുടെയും. അത് വീതിച്ച് ഇന്നാർക്കെന്നുള്ള രീതിയിലോട്ടുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ, അത് കാണുന്നതാണ് മതഭ്രാന്ത് എന്ന് പറയുന്നത്, വർഗീയത. അതിലേക്ക് നിങ്ങൾ പോരുത്, കടന്നു പോകരുത്.